മതവർഗീയവാദികളെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനെത്തുന്നവരെ സമുദായം തിരിച്ചറിയണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ആഹ്വാനം. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചില മതക്കാർ നയിക്കുന്ന സ്ഥിതിയായെന്നും തന്നെയും സംഘടനയും നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ എറണാകുളത്ത് നടന്ന ചടങ്ങിൽ പറഞ്ഞു. കേരളത്തിൽ ജനാധിപത്യം മരിച്ചു, മതാധിപത്യമാണിപ്പോൾ. സാമൂഹിക നീതി എന്ന SNDPയുടെ ലക്ഷ്യത്തിനു വേണ്ടി കണക്കുകൾ ഉദ്ധരിച്ച് സംസാരിക്കുമ്പോൾ തന്നെ വർഗീയവാദിയാക്കുന്നു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് ചില മതക്കാരാണ്. വർഗീയവാദികളെ കൂട്ടുപിടിച്ച് അധികാരത്തിൽ കയറാൻ ചിലർ ശ്രമിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ അവരെ തിരിച്ചറിയാൻ സമുദായത്തിന് കഴിയട്ടെ. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം അടുക്കവേ, സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കവേ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ആഹ്വാനം ഇതാണ്. അവർ നിർത്തിയിരിക്കുന്ന ആ പാർട്ടിയുടെ പേരെന്ത്, അവർ നിർത്തുന്ന സ്ഥാനാർത്ഥികളുടെ പേരെന്ത്, ഇതെല്ലാം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും അതെല്ലാം ഒരു സമുദായത്തിൻ്റെ മാത്രമായി വരുമ്പോൾ ഇവിടെ നമുക്ക് തിരിച്ചറിവുണ്ടാകണ്ടേ. ഈ രാജ്യത്ത് യഥാർത്ഥ വർഗീയവാദികൾ ആരെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അവരെല്ലാം ഇന്ന് കൊടികുത്തി വാഴുകയാണ്. അവരുടെ പിൻബലം മേടിച്ചുകൊണ്ട് രാജ്യത്തെ കീഴടക്കുവാനും ഭരിക്കുവാനും വെമ്പുന്ന ഒരു കൂട്ടർ. ഇതെല്ലാം ഈ അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തിരിച്ചറിവുള്ളവരായി, അറിവുള്ളവരായി പ്രവർത്തിക്കുവാനുള്ള ഇച്ഛാശക്തി കൂടി സമുദായത്തിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും. മുസ്ലിം പ്രീണന വിവാദവും മലപ്പുറം പരാമർശങ്ങളെയും സൂചിപ്പിച്ചാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. ഒപ്പം BJP തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ മികച്ച പ്രവർത്തനം നടത്തുന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. BJPക്കാര് വോട്ടിംഗ് പെർസെൻറ്റേജ് അവരെ കൂടുതൽ വിളിക്കും. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ നേതൃത്വത്തിൽ വന്നതിൽ പിന്നീട് വലിയൊരു മാറ്റം ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഏതായാലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും അവർക്ക് വോട്ടിംഗ് ഷെയർ ഇത്തവണ കൂടും. എറണാകുളത്ത് SNDP പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. ജനം, കൊച്ചി.